ഹലോ ഗായ്സ്, നിങ്ങൾക്ക് നമ്മുടെ ഗ്രാനി ഗെയിമിങ്ങിന്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ കുറെ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തെന്നെ കണ്ടുപിടിച്ചിട്ടും കാര്യം ഉണ്ടാവില്ലേ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു ശ്രമം കൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. 2-3 വട്ടം ഞാൻ ശ്രമിച്ചു നോക്കി, അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്തായാലും കുറച്ചുകൂടി കാഠിന്യമായിട്ടാണെങ്കിലും ഗ്രാനിയിൽ നിന്നും എസ്കേപ്പ് അടിച്ചിട്ട് ആ ഒരു ഗെയിമിംഗ് ഫിനിഷ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്രാവശ്യം ഞാൻ കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്ക് സപ്പോർട്ടിങ് വളരെ കുറവാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ അങ്ങനത്തെ ചെയ്യരുത്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഗെയിമിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ആ ഗെയിമിലോട്ട് ഞാൻ പോവാണ്. ഇപ്രാവശ്യമെങ്കിലും ഞാൻ ആ ഗെയിം ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് പോവുകയാണ്. എന്താവും എന്നുള്ളത് നമുക്ക് ഇപ്രാവശ്യം നോക്കി നോക്കാം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എല്ലാ പ്രാവശ്യം ഗ്രാനിയമ്മ വന്നിട്ട് നമ്മൾ തകർക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അതിനുള്ള സമയം ഞാൻ കൊടുക്കില്ല. ഇപ്രാവശ്യം നമുക്ക് ഒരുവിധം ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്ങാനും ഞാൻ തുറന്നിരുന്നെങ്കിൽ തുറക്കലും ചാവലും കഴിഞ്ഞനെ. തള്ളപ്പോയി. വേഗം തുറക്കട്ടെ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു വരവ് വരുന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴൊന്നും ഈ സമയത്തൊന്നും അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഭയങ്കര വരവാണ് വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. തുറക്കുന്നായിരുന്നെങ്കിൽ മിക്കവാറും എൻ്റെ ഗതി അതോ ഗതിയാവുമായിരുന്നു. ഓ ഷിറ്റ്, ഓലക്കട മൂഡ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. കുറച്ചുകൂടി സേഫ് ആയിരുന്നു. ഒന്നുകൂടി രസകരമായിട്ട് കളിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് പറ്റിയില്ല. ആ കൂടിത്തം കെട്ട ഗ്രാനി തള്ള അങ്ങോട്ട് പോയായിരുന്നു. ആ പൊത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ തള്ള വീണ്ടും വന്നത്. ആ അമ്മച്ചി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഓലക്കട മൂഡ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം. ഇതിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പെരട്ടത്തള്ള. ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലാണോ ഇത്? ഞാനെങ്ങാനും തുറന്നാ ചിലപ്പോൾ വരൂ എന്നുള്ളൊരു പേടി. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലെന്നേ. തുറന്ന് ഭയങ്കരമായിട്ട് ഇപ്പോൾ എന്താ പറയുക, രക്ഷപ്പെടാനൊക്കെ പറ്റി. അത്യാവശ്യം ഗെയിമിങ്ങിലോട്ടൊക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അമ്മച്ചി എന്താണ് ഇങ്ങനെ കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു വഴി കാണും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മച്ചിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. പേട്ടത്തള്ളക്ക് വേറെ പണിയൊന്നുമില്ല മാണിച്ചനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട്. ഞാനാണെങ്കിൽ ഒന്ന് ഷിറ്റ്, എൻ്റെ പൊന്നെ അമ്മച്ചി, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേലൊക്കെ ഒന്ന് പൊക്കൂടെ ഇറങ്ങിയിട്ട് മനുഷ്യനാ മൊത്തത്തിലൊന്ന് കറങ്ങി തിരിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നടപടി ആവുന്നില്ല കേട്ടോ. ഇമ്മാതിരി സീനാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനിത് ഗെയിമിൽ ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് ഓക്കെ ആക്കിയതായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നാണ് ഒരു പിടി കിട്ടാത്തത്. കറക്റ്റായിട്ട് അമ്മച്ചി മുന്നിലോട്ട് വന്ന് കയറുന്നുണ്ട്. ഇതുപോലെ അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കേട്ടോ. ഈ എന്താ പേരട്ട തള്ളനെ ഞാൻ എന്തെങ്കിലുമൊക്കെ വല്ല വടിയും കുന്തം പിടിച്ച് കൊല്ലാൻ പറ്റുമെന്നൊക്കെ വല്ല ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പേരട്ടി തള്ളനെ ഞാൻ അടിച്ച് മലത്തിയനെ. ഇതൊരു മാതിരി ചെയ്ത്തായിപ്പോയി പേരട്ട പന്നത്തള്ള. ഇവിടെ എവിടെയും ഉണ്ടാണോ ഓലക്കട മൂഡ്. എന്തായാലും ഞാൻ ഈ വഴി ഒന്ന് പോയി നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങളൊക്കെ നടപടിയാവുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. തുറക്കതൊക്കെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ തിരിച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ വല്ലതും ഇതിൽ വല്ലതുണ്ടോ? കഥക്ക് തുറ. ഓ എന്തെങ്കിലും ഇല്ല, അതിലൊന്നും കാണാനില്ല. നമ്മൾ അങ്ങനെ ഇരിക്കുന്ന അത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു ഡോറുണ്ടല്ലോ. ഇതുവഴി പുറത്തെങ്ങാനും കിടക്കാൻ പറ്റുമോ? ഓ ഇതിനും പിന്നെ നമ്പറൊക്കെ ഉണ്ടല്ലേ മാങ്ങാത്തോല്. അയ്യോ, മിക്കവാറും പണി പാളാൻ ചാൻസ് ഉണ്ട്. തള്ള സൗണ്ട് കേട്ട് വന്നായിരിക്കും. തള്ള സൗണ്ട് കേട്ട് ഇപ്പോൾ വരും തോന്നുന്നു. ഇവിടെ ലിഫ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും കാണാനില്ല. കാരണം അമ്മച്ചി ഇപ്പോൾ വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പണ്ടാടെ വാതിൽ തുറക്കാനും പറ്റില്ലല്ലോ. ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ലിഫ്റ്റും തേങ്ങ മാങ്ങ കാണാം കേട്ടോ. ഓക്കെ ഇവിടെയാണ് ഇപ്പോൾ ലിഫ്റ്റിൻ്റെ പരിപാടി. ഓക്കെ യെസ്.
അമ്മച്ചി വരുന്നുണ്ട്, അമ്മച്ചി വരുന്നുണ്ട്, അമ്മച്ചി വരുന്നുണ്ട്. ഓ ഷിറ്റ് 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 ഷിറ്റ്. പോയി 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 പോയി. അയ്യോ, മാങ്ങാത്തൊലി 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 മാങ്ങാത്തൊലി. ഒലക്കട്ട മൂട് പേരട്ട പനത്തള്ള. ചേ, അവൻ ലിഫ്റ്റിൽ കയറിയതാണ് അബദ്ധമായി പോയത്. ഈ ഗെയിമിങ് എപ്പോഴെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വീണ്ടും 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 എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നടപടിയാവുന്നില്ല. വയ്യു നടപടിയാവലോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ അമ്മച്ചി വേറെ പണിയൊന്നുമില്ലണം. അപ്പോൾ പേരട്ട തള്ളക്ക് വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ മിക്കവാറും ഇതിപ്പോൾ ഞാൻ കയറുമ്പോൾ അമ്മച്ചി വന്നിട്ട് എൻ്റെ തലടിച്ച് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. പേരട്ട തള്ള അതിന് വല്ല തല്ലി കൊല്ലാൻ പറ്റുന്ന നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നോക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. കൊല്ലു 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 പൂതി തീരട്ടെ പന്നത്തള്ളടത്. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. ലാസ്റ്റ് ഡേ ഇതിലെങ്കിലും എന്തെങ്കിലും ഒരു പണ്ടാറെടുക്കാൻ പറ്റിയിരുന്നേ വേണ്ടിയില്ല. എപ്പോൾ നോക്കി കഴിഞ്ഞാലും ഈ തള്ള വന്നിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിലും തള്ള പ്രേതമല്ലേ, അപ്പോൾ ഒരു കനിവൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെ തല്ലിക്കൊല്ലാൻ പാടുണ്ടായിരുന്നു. അല്ല, അത് മിക്കവാറും കയറി ചെല്ലുമ്പോൾ തന്നെ കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും വടിയും പിടിച്ചിട്ട് പേരട്ട. എന്തായാലും നോക്കട്ടെ, എവിടെയെങ്കിലും കാണും. ഇവിടെ എവിടെയെങ്കിലും കാണാണ്ടിരിക്കില്ല. ബാക്കിൽ ഇവിടുന്ന് വാതിൽ തുറന്ന് വരുന്നുണ്ടോ? ഇപ്പോൾ തിരിഞ്ഞേക്കണ കാണാം മുന്നിൽ മിക്കവാറും. ഓടാ, ഓടി രക്ഷപ്പെടാ, ഏതെങ്കിലും വഴിക്ക് പോടാ. അയ്യോ അയ്യോ തുറക്ക്. ഓ ഷിറ്റ്, തുറന്നു കഴിഞ്ഞാൽ പണിയല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. യെസ്. ഇതുവഴി ഇറങ്ങിപ്പോവാൻ പറ്റുമോ നോക്കാം. ഇതുവഴി എങ്ങോട്ടാണോ പോണത് കേട്ടോ. മിക്കവാറും ഇതൊരു ട്രാപ്പാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കന്നെ, ശ്രമം വെറുതെ. ഓ, വന്ന വഴി തന്നെയാണല്ലോ. യെസ്. ഓ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കണം. പക്ഷെ അതൊന്നും നടപടിയാവില്ല. പിന്നുള്ളത് ഇവിടെ വഴിയൊന്നും കാണുന്നില്ല. മിക്കവാറും ഈ വഴി തന്നെ പോകണം. ഈ വഴി തന്നെ പോയി അമ്മച്ചിയുടെ മുന്നിൽ ചെന്ന് ഇടി മേടിച്ച് ചാവാനായിരിക്കും ഇന്നും എൻ്റെ വിധി അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അമ്മച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പേരട്ടത്തള്ളേ, നിങ്ങൾ ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പുറത്തൊന്ന് ഇറങ്ങി നോക്കാം. ഓ, എലി പന്ന എലി എങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി വേറെ കിട്ടും. ഓ, നിറച്ചും എലിയാണല്ലോ, നിറച്ചും എലിപ്പണ്ടാറങ്ങളാണ്. തള്ള ഒരു കോയിൻ എടുത്തേക്കാം. എന്തിനാ വെറുതെ കോയിൻ എടുക്കാണ്ടിരിക്കുന്നേ നമ്മളായിട്ട്? നോട്ടെ. ഓഹ്, നിറച്ച് എലി. ഇതൊക്കെ എപ്പോഴാണോ ഒന്ന് തുറക്കാൻ പറ്റുക? ആ വഴി തുറന്നതിലാണ് എനിക്ക് പോവാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പോവാൻ പറ്റില്ല. ഫുൾ ഡാർക്കാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ സൈഡിൽ നിന്ന് വരാം. കാറിൻ്റെ ഡിക്കിയിൽ വല്ലതുമുണ്ടോ? കാറിൻ്റെ ഡിക്കിയിൽ വല്ലതുമുണ്ടോ? തുറക്കൂ. കാറിൻ്റെ ഡിക്കിയിൽ ഒരു കുന്തവും ഇല്ല. അപ്പോൾ ഒരു കുന്തവും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വീണ്ടും ഈ പറമ്പിൽ മൊത്തം നടന്ന് നടക്കാം. നിറച്ചും എലിയാണ്. ഇത് രോമാഞ്ചം സിനിമയിലെ പോലെ ഫുള്ള് ഡാർക്ക് എലിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവഴി കയറിക്കഴിഞ്ഞാൽ മിക്കവാറും അമ്മച്ചി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ലല്ലോ. ഓ ശരി. അപ്പോൾ ഇപ്രാവശ്യവും വമ്പൻ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത വട്ടം നമ്മൾ ഇതിലും വലിയൊരു സംഭവമായിട്ട് വരുന്നതായിരിക്കും. ഇത് അപ്പാപ്പനും അമ്മൂമ്മൊക്കെ ട്രെയിനിൽ വരുന്നുണ്ട്.
വാ 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 ഓടി വാ. എവിടെ പോകുന്നു? എവിടെ പോവാൻ? നിന്നെ കൊന്നിട്ട് പോവത്തുള്ളൂ എന്നാണ് താത്ത പറയുന്നത്. അതെ. Game over. Okay. Thank you very much.